ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് പലരും ചോദിച്ചാണ് ഇറ്റലിയിൽ മലയാളികൾക്ക് എന്ത് തരം ജോലിയാണ് കിട്ടുവാൻ സാധ്യതയുള്ളത് എന്ന്. സാധാരണഗതിയിൽ നമുക്ക് ഇറ്റലിയിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളത് വയസ്സായ വൃദ്ധരെ നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഹോം നേഴ്സ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതേ ജോലി തന്നെയാണ് ഇറ്റലിയിലും ഈ ബദാന്തോ പണി എന്ന് പറയുന്നത്. വയസ്സായവരെ ശുശ്രൂഷിക്കുക, അവർക്ക് വേണ്ടതായ മരുന്നുകൾ നൽകുക, അവർ വളരെ അവശരാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, അവരെ കുളിപ്പിക്കുന്നത് മുതൽ അവരുടെ മറ്റു ദിനചര്യകളിലെല്ലാം നമ്മൾ അവർക്കൊരു സഹായമായി അവരോടൊപ്പം നിൽക്കുക. സാധാരണഗതിയിൽ നമ്മൾ ഈ വയസ്സായവരുടെ വീടുകളിലാണ് താമസിക്കുന്നത്. 24 മണിക്കൂർ നമ്മൾ ഡ്യൂട്ടിയിൽ തന്നെയാണ്. ഒരു പാലിയേറ്റീവ് കെയർ ജോലി തന്നെയാണ് ഈ ബദാന്തോ പണി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ജോലിയേക്കാൾ ഉപരി നമ്മൾ വൃദ്ധരെ ശുശ്രൂഷിക്കുന്ന ഒരു പുണ്യകർമ്മം കൂടിയാണ് ചെയ്യുന്നത്. നമുക്കതിന് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു വരുമാനവും അവർ നൽകുന്നുണ്ട്. ഏകദേശം 750 യൂറോ മുതൽ 900 യൂറോ വരെയാണ് ഇതിന് മാസം ഈ വീട്ടുകാർ നമുക്ക് നൽകുന്നത്. ചില വീടുകളിൽ വയസ്സായ അപ്പൂപ്പനും ഉണ്ടാവും, അമ്മൂമ്മയും ഉണ്ടാകും. അവരെ നോക്കുന്നതിനും പ്രത്യേകിച്ച് എക്സ്ട്രാ വരുമാനമൊന്നും ആരും തരാറില്ല. വളരെ ചുരുക്കം പേരാണ് അതിന് വിപരീതമായിട്ട് അല്പം കൂടി ശമ്പളം നമുക്ക് കൂടുതൽ തരും. ചിലപ്പോൾ 2 പേരെയും നോക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു 1000 1200 യൂറോ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ 2 പേരെ നോക്കുന്നതിനും ഒരേ ശമ്പളം തന്നെയായിരിക്കും. നമ്മുടെ ജീവിതം ആ വീടുകളിലാണ് കഴിഞ്ഞു പോരുന്നത്. അതിനു വേണ്ടുന്ന എല്ലാ ചിലവുകളും ആ വീട്ടിലെ അംഗങ്ങൾ തന്നെയാണ് ചെയ്യുക. ചില വീടുകളിൽ വയസ്സായ അപ്പൂപ്പനോ അല്ലെങ്കിൽ അമ്മൂമ്മയോ തന്നെയോ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ വീട്ടിലെ ഭക്ഷണകാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ആ വീട്ടിലെ നമ്മളും വയസ്സായ ഈ ആളും മാത്രമായിരിക്കും ഉണ്ടാവുക. മക്കൾ ചിലപ്പോൾ ഏതെങ്കിലും സമയത്ത് വന്ന് കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ച് പോകും. അതാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ കുടുംബത്തിൽ വയസ്സായവരെ നോക്കുന്ന പരിപാടി അവർക്ക് കുറവാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരം ജോലികൾക്ക് നമ്മെപ്പോലുള്ളവരെ നിയമിക്കുന്നത്. ഇറ്റലിയിലുള്ള ആരും തന്നെ ഇത്തരം ജോലികൾക്ക് മുതിരാറില്ല. അതുകൊണ്ടാണ് ആ ജോലി നമുക്കായിട്ട് ഇറ്റലിക്കാർ നൽകുന്നത്. കേരളത്തിന് പുറമെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും, ഫിലിപ്പീൻസ് അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഈ ജോലിക്കായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗവും മലയാളികൾ തന്നെയാണ് ഈ ജോലി രംഗം കീഴടക്കിയിരിക്കുന്നത്. അതിന് പ്രത്യേക കാരണം മലയാളികളുടെ ഒരു ഹോസ്പിറ്റാലിറ്റി മനോഭാവം തന്നെയാണ്. നമുക്ക് ശമ്പളം തരുന്ന ആ കുടുംബത്തോടുള്ള ഒരു അഭേദ്യമായ ബന്ധം മലയാളികൾ പുലർത്താറുണ്ട്. ഇറ്റലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഓൾഡ് ഏജ് കെയർ ജോബ് ചെയ്യുന്ന നമ്മെ അവർ വലിയ ഒരു
സ്ഥാനം തന്നെയാണ് നൽകുന്നത്. ഈ ജോലി ഒരു മോശം ജോലിയായിട്ട് അവർ കാണുന്നില്ല. അവർ ചെയ്യാത്ത ഈ ജോലി നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് നമ്മോട് മതിപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശമ്പളം കൊടുക്കുന്നതിനനുസരിച്ച് ഒരു മനോഭാവമല്ല അവർക്ക്. ഈ ജോലി ചെയ്യാൻ തയ്യാറായ മലയാളികളോട് അവർക്ക് തീരാത്ത കടപ്പാടുകളാണ് അവർ പുലർത്തി വരുന്നത്. നമ്മൾ നിൽക്കുന്ന വീടുകളിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ വസ്തുക്കളും അവർ വാങ്ങിത്തരും. മറ്റൊരു കാര്യം, ഇവിടെയുള്ള ജനങ്ങൾക്ക് മസാല, അതുപോലെ തന്നെ എരിവ് തുടങ്ങിയ ഗന്ധങ്ങൾ അവർക്ക് താല്പര്യമില്ല. അവരുടെ മിക്ക വിഭവങ്ങളും മസാല ഇല്ലാത്ത വിഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിലെ പോലെ വലിയ തോതിലുള്ള മസാലക്കൂട്ടുകളൊന്നും ഇവിടുത്തെ ഭക്ഷണ രീതിയിലില്ല. ഇവിടെ പ്രധാനമായിട്ടും അവർ പാസ്ത എന്ന് പറയുന്ന ഭക്ഷണ രീതിയാണ്. അതിനോടൊപ്പം തന്നെ പലതരം ഫോർമാജിയോ, അതുപോലെ തന്നെ മറ്റു പല വിഭവങ്ങളാണ് അവർ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഫ്രൂട്ട്സിനും വലിയ പ്രാധാന്യമാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്ന വീടുകളിൽ ഇത്തരം ഭക്ഷണ വിഭവങ്ങളാണ് കൂടുതൽ ലഭിക്കുക. എന്നാൽ ചില വീടുകളിൽ മലയാളികൾക്ക് അവരുടേതായ ഭക്ഷണം ചെറിയ തോതിൽ വയ്ക്കാനുള്ള സൗകര്യം ഇവർ നൽകി വരുന്നുണ്ട്. അത് വളരെ അപൂർവമാണ്. ചുരുക്കം ചില വീടുകളിൽ മാത്രമാണ് അതിനുള്ള ഒരു സൗകര്യം ഉള്ളത്. ഇറ്റലിയിലെ ഈ ജോലിക്ക് ഇവിടെ വരുന്നവരിൽ പലരും തന്നെ ഈ ടൂറിസ്റ്റ് വിസയിലോ വിസിറ്റിംഗ് വിസയിലോ വന്ന് ജോലി നോക്കുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അനധികൃതമായിട്ടുള്ള ഒരു ജോലി രംഗമാണ് ഇത്. എന്നിരുന്നാലും ഇറ്റലിയുള്ള എല്ലാവരും ഈ ജോലി ചെയ്യുന്ന നമ്മോട് വളരെ ആദരവ് തന്നെയാണ് പ്രകടിപ്പിക്കാറുള്ളത്. അവർക്കറിയാം ഇത്തരം ജോലി ചെയ്യാനായിട്ടുള്ള മലയാളികളുടെ മിടുക്കിനെ അവർ വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് സ്വാഗതം ചെയ്യാറുള്ളതും. മറ്റേത് തൊഴിലിനെ പോലെ തന്നെ ഇതിനും അവർ വലിയ വില തന്നെയാണ് കൽപ്പിക്കുന്നത്. അല്ലാതെ അവർ ഈ ജോലിയെ ഇകഴ്ത്തി കാണിക്കുന്നില്ല. അതുതന്നെയാണ് നമുക്ക് അവരോടുള്ള ഒരു സ്നേഹവും വാത്സല്യവും. മനോഹരമായ ഈ രാജ്യത്ത് ജോലി ചെയ്യുന്നതിന് നമുക്ക് മറ്റു തടസ്സങ്ങളൊന്നുമില്ല. നമ്മൾ അനധികൃതമായിട്ടാണ് പലരും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് എങ്കിലും ഇറ്റാലിയൻ ഗവൺമെൻറ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവിടെ ജോലി ചെയ്യുന്ന നമുക്ക് അവർ ചില വർഷങ്ങളിൽ വർക്ക് പെർമിറ്റ് നൽകി നമ്മെ ഈ ജോലിയിൽ കൂടുതൽ ദൃഢമായ ഒരു ബന്ധം പുലർത്തുന്നതിന് അവർ സഹായിക്കുന്നുണ്ട്. പക്ഷെ അത് എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കഴിഞ്ഞ കോവിഡ് കാലത്താണ് ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുള്ള എല്ലാ വർക്ക് പെർമിറ്റ് ഇല്ലാത്തവർക്കും അവർ വിസ അടിച്ചു നൽകിയത്. അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ അംഗീകൃതമായിട്ട് ജോലി ചെയ്യാനുള്ള സാഹചര്യം ആ സമയങ്ങളുണ്ടായി. ചിലപ്പോൾ 5-6 വർഷം കൂടുമ്പോഴായിരിക്കും ഇത്തരം ഒരു സംവിധാനം അവർ ഏർപ്പെടുത്തുക. ഞാൻ മുൻപ് കരുതിയിരുന്നത് 5 വർഷം ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് പെർമിറ്റ് ഒക്കെ ലഭിക്കുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇതിനു മുൻപ് ഇത്തരം വർക്ക് പെർമിറ്റോട് കൂടിയിട്ട് വിസ അടിച്ചു കിട്ടിയത് 8 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. ചിലപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ അത്തരം ഒരു സൗകര്യം ഇറ്റാലിയൻ ഗവൺമെൻറ് ഏർപ്പെടുത്തിയേക്കാം. മറ്റൊരു ഇറ്റാലിയൻ വിശേഷമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.